കോഴിക്കോട് താമരശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് 7 പവനും 1 ലക്ഷം രൂപയുമാണ് കവർന്നത്. കതിരോട് ഓർഡർപുയിൽ വത്സലയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. കവർച്ചയ്ക്ക് പിന്നിൽ വീടിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളാണ് എന്നാണ് പോലീസിന്റെ ഒരു സംശയം. കുന്നിൻ മുകളിലുള്ള വീട്ടിൽ 65 വയസ്സുള്ള വത്സല മാത്രമാണ് താമസം. സമീപത്തൊന്നും വീടുകളില്ല. ഈ സാഹചര്യം അറിയാവുന്ന ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയം. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. ശുചിമുറിയിൽ പോയ ശേഷം വത്സല കിടപ്പുമുറിയിലേക്ക് വരുന്ന സമയം വീട്ടിലെ വൈദ്യുതി നിലച്ചു. പിന്നാലെ ആരോ ഒരാൾ വത്സലയെ തടഞ്ഞു നിർത്തി മുഖം പൊത്തിപ്പിടിച്ച തുണി കൊണ്ട് മൂടി. കറണ്ട് പോയി അത് ഓഫാക്കുമ്പോൾ ഒരാളിങ്ങോട്ട് കയറി വരുന്നതാ. അതെന്നെ ഒന്നായിട്ട് പിടിച്ച് വായും മൂക്കും കൂടി പോത്തിട്ട് ശ്വാസം മുട്ടിയിട്ട് നിൽക്കാൻ പറ്റാതായി പോയിക്കുന്നത്. അങ്ങനെ നിലത്തിരുന്ന് പോയതാ. വത്സലയുടെ കാലിലെ പാദസരം കൈക്കലാക്കിയ ശേഷം അലമാരിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവും പ്രതി മോഷ്ടിക്കുകയായിരുന്നു. അലമാരിയിലുണ്ടായിരുന്ന 3 വള, 2 മോതിരം, 1 ലക്ഷം രൂപ എന്നിവ മോഷ്ടാവ് കൈക്കലാക്കി. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന വത്സലയുടെ ഭർത്താവിന്റെ പെൻഷൻ തുകയാണ് നഷ്ടമായത്. വീടിന് പിന്നിലൂടെയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. വത്സല ഫോണിലൂടെ വിളിച്ച് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. അയൽവാസികൾ വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 9:35, 9:40 കൂടിയാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ആരോ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പം ബാക്കിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഇവിടെ മെയിൻ സ്വിച്ചിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻ ഓഫാക്കിയ, അതുകൊണ്ടാണ് ലൈറ്റ് ഇടാൻ വേണ്ടി കഴിയാത്തത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. താമരശ്ശേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.